ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉലുവ വിളയിച്ചതാണ്. ഉലുവ നന്നായിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലല്ലാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമല്ലോ, അതേപോലെ ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ശർക്കരപ്പാനിയാണ് ഒഴിച്ചെടുക്കുന്നത്. ശർക്കരപ്പാനി നമ്മൾ ചൂടോട് കൂടി തന്നെ ഒഴിച്ചാലും കുഴപ്പമില്ല, അല്ലാതെ ഒഴിക്കണമെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യണം, തേങ്ങ ചിരകിയത് ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ഉലുവ വിളയിച്ചതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് നെയ്യ് അല്പം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത് വെച്ച എള്ളാണ് ഇതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതാണ്. അതേപോലെ തന്നെ ഇതിലുള്ള ശർക്കരപ്പാനിക്ക് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. പശു നെയ്യാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി നെയ്യാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ട് നമ്മൾ പൊടിച്ച ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു കറുത്ത കളറ് വരുന്നത് വരെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇരുമ്പിന്റെ ചട്ടിയിലോ ഉരുളിയിലൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കും. എന്തെങ്കിലും സംശയം കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. അപ്പം നമ്മൾ കർക്കിടക മാസമാണല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. നമ്മൾ രാത്രി കിടക്കാൻ നേരമൊക്കെ ആയിട്ട് 2 ടീസ്പൂണൊക്കെ കഴിച്ചാൽ മതി. ഒന്ന് കണ്ട, നമ്മളത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. അതല്ല, നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു ആഴ്ച വരെ ഫ്രിഡ്ജിലല്ലാതെ നമുക്ക് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യാൻ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.